ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഡേ. വെൽക്കം ടു ബെസ്റ്റ് PSC. ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കേരള PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കേരള PSC എക്സാം നടക്കാൻ പോകുന്നത് ഡിസംബർ 3-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് B.techക്കാർക്കുള്ളൊരു നല്ല അവസരമാണ്. എക്സാം ഡേറ്റ് വന്ന് കൺഫർമേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 3-ാം തീയതിയാണ് എക്സാം, ഡിസംബറിൽ. അപ്പം ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് സിലബസ് പറയാം. ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് 100 മാർക്കിൽ 20 to 30 മാർക്സ് GK, റിനൈസൻസ്, കേരള റിനൈസൻസ് ആൻഡ് കറൻറ്റ് അഫയേഴ്സ്, ഈ ടോപ്പിക്സ് ആണ്. പിന്നെ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ്, ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്, ബേസിക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ എല്ലാം സിലബസ് പറയാം, ഡീറ്റെയിൽഡ് സിലബസ് പറയാം. എന്നിട്ട് കമ്പ്യൂട്ടർ സയൻസ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ്സസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് എന്നായിരിക്കും 70 മാർക്സിനും വരാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ ഡീറ്റെയിൽഡ് എക്സാം ആയിട്ട് വരുന്ന കമ്പ്യൂട്ടർ സയൻസ്, HSST, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ സയൻസ് അതർ എക്സാംസ് PSCക്ക് വരുമ്പോൾ ചോദിക്കുന്ന പോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ടുണ്ടാവില്ല. സിവിലാണെങ്കിലും മെക്കാനിക്കലും ഇലക്ട്രിക്കലും എല്ലാം ആണെങ്കിലും അതിൻ്റെ ബേസിക്സ് ആയിട്ടായിരിക്കും എല്ലാ B.techക്കാരെയും ഉദ്ദേശിച്ച് നടത്തുന്ന എക്സാം ആയതുകൊണ്ട് ഡീറ്റെയിൽഡ് പോയി കഴിഞ്ഞാൽ അവർ സ്പെഷ്യലൈസ് ചെയ്തതല്ലാത്ത സബ്ജക്റ്റ് അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചാൽ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പം എല്ലാത്തിനെയും ടച്ച് ചെയ്തിട്ട് വരുന്ന ഒരു ബേസിക്സ് കാര്യങ്ങളായിരിക്കും. അപ്പം അത്രയ്ക്ക് ടഫ് ആയിരിക്കില്ല. അപ്പം ഞാൻ എന്തൊക്കെയാണെന്ന് സിലബസ് എന്നൊന്ന് പറയാം. ഫസ്റ്റ് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ സിലബസ് ഒരുപാട് കാണിക്കുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽസ് സ്ലൈഡിൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓരോ ടോപ്പിക്സ് വൈസ് അത് എടുത്തിട്ട് ബുക്സ് എല്ലാം കളക്ട് ചെയ്ത് വായിച്ച് നോട്ട്സ് എല്ലാം ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യുക. ക്ലാസ്സസ് അവൈലബിൾ ആണെങ്കിൽ അത് കേൾക്കാം. ഞാൻ എന്തായാലും കമ്പ്യൂട്ടർ സയൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് പറഞ്ഞ് ക്ലാസ്സസ് എടുക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ PSC ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക കുറച്ച് ബുദ്ധിമുട്ടാണ്. 2012 ലാസ്റ്റ് എക്സാം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അത്ര അവൈലബിൾ ആവില്ല. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടൊന്നും നമുക്കൊന്നും ആവില്ല. എന്തായാലും മറ്റ് എക്സാം, ഇപ്പം സിവിലിൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് PSC എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ട് തന്നിട്ടുണ്ടാവും. അങ്ങനെ വന്ന PSCയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസുകൾ അത് കുറച്ച് ഡീപ്പായിരിക്കെങ്കിലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളും അത് റിലേറ്റഡ് ആയിട്ടും ഈ ബേസിക്സ് സിലബസിൽ പറഞ്ഞ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളും ഇതിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സസും ഞാൻ പറയാം. അപ്പോൾ ആദ്യം സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻസ്, അതിൻ്റെ കൺസ്ട്രക്ഷനിൽ അതിൻ്റെ ബിൽഡിംഗ് പാർട്സ്, ഫൗണ്ടേഷൻസ്, ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സർവേയിങ്, ചെയിൻ സർവേയിങ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, എന്തെല്ലാം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ലെവലിങ്ങിനെ കുറിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെവലിങ്ങും അതിൻ്റെ ബെഞ്ച് മാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഞാൻ സിലബസിൽ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക. നെക്സ്റ്റ് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് എന്തൊക്കെയാണ്. ഇതിൽ IC എൻജിൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ വർക്കിംഗ്, പ്രിൻസിപ്പിൾ, ക്ലാസിഫിക്കേഷൻസ്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് പവർ പ്ലാന്റ്സ്, എല്ലാ പവർ പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, വർക്കിംഗ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, അതുപോലെ അതിൻ്റെ തെർമൽ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഇതിൻ്റെ എല്ലാം സ്കെച്ച് ഡയഗ്രങ്ങളും അതിൻ്റെ വർക്കിങ്ങും പ്രിൻസിപ്പിൾസ്, ഇതൊക്കെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, സർക്യൂട്ട്സുകൾ, സീരീസ് സർക്യൂട്ട്, പാരലൽ സർക്യൂട്ട്സ്, പിന്നെ ബേസിക് ലോസ്, ഓംസ് ലോ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പവർ, EMF, റെസിസ്റ്റൻസ്, ഡിഫറൻറ്റ് സപ്ലൈ, AC സപ്ലൈ, DC സപ്ലൈ, പിന്നെ ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സുകളെ കുറിച്ചിട്ട് DC സർക്യൂട്ട്, AC സർക്യൂട്ട്, അതിൻ്റെ കൺസെപ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഓഫ് ആൻ ഇൻസ്റ്റാളേഷൻ, അതായത് എർത്തിങ്, ലൈറ്റ്നിങ്ങിന് പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഒരു എക്സ്പെക്റ്റിംഗ് സിലബസ് ആണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ എല്ലാം ബേസ് ഫോളോ ചെയ്ത് പോയാൽ മതി. നെക്സ്റ്റ് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ്, അതായത് LED, അതിൻ്റെ വർക്കിംഗ്, അപ്ലിക്കേഷന്, കമ്പാരിസൺ ഓഫ് LED ലൈറ്റിങ്, CFL ലൈറ്റിങ് രണ്ടും തമ്മിലുള്ള കമ്പാരിസണ്, പിന്നെ റെക്ടിഫയർ, അതുപോലെ തന്നെ ഡയഗ്രാം എക്സ്പ്ലനേഷന്, പവർ സപ്ലൈ,
ബ്രിഡ്ജ് റെക്ടിഫയർ, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്വിച്ചസ്, ഓൺ ഓഫ് സ്വിച്ച്, പുഷ് ടു ഓൺ, പുഷ് ടു ഓഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മൈക്രോ കൺട്രോളേഴ്സ്, ഇൻവെർട്ടർ ആൻഡ് UPS, ഇതെല്ലാം. അതുപോലെ വേസ്റ്റ്, ഹെൽത്ത് ഹസാർഡ്സ് ഓഫ് വേസ്റ്റ്, ബേസിക് കാര്യങ്ങളെല്ലാം നോക്കുക ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൽ. നെക്സ്റ്റ് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസിലെ ഡാറ്റ കമ്മ്യൂണിക്കേഷന്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി, മൊബൈൽ കമ്പ്യൂട്ടിങ്, ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾസ്, മൈക്രോ പ്രോസസ്സേഴ്സ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വെബ് ടെക്നോളജി, ഇങ്ങനെ ഏതാണ്ട് ഒരു 8, 9, 10 ടോപ്പിക്സുകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ്സസ് ഞാനിടാം. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിൻ്റെ ബേസിക്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ, അതിൻ്റെ എക്സ്പ്ലനേഷന് പറയാം. അതുപോലെ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി, സൈബർ ലോസ് റിലേറ്റഡ് ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. മൊബൈൽ കമ്പ്യൂട്ടിങ്, പിന്നെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾസ്, മൈക്രോ പ്രോസസ്സേഴ്സ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ എന്തൊക്കെയുള്ളത്, അതുപോലെ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ, എല്ലാം ബേസിക്സ് ആണ് ഉണ്ടാവുക. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൽ HSST റിലേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ കുറച്ച് ക്ലാസ്സസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സസും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. അതും ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ കുറച്ച് അബ്രിവിയേഷൻസ് ക്ലാസ്സസുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. IT ആൻഡ് സൈബർ ലോസിൻ്റെ ബേസിക്സ് എല്ലാ കേരള PSCക്കും ചോദിക്കുന്ന ക്ലാസ്സസുകൾ, അതും കൂടെ ഇതിൻ്റെ കൂടെ നോക്കാം. ഒരു 5 മാർക്സ് എല്ലാം ആ ഒരു കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഒരു 4-5 മാർക്സിന് ആ ബേസിക്സുകൾ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഞാൻ ഓൾറെഡി ഇട്ട ക്ലാസ്സസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കേൾക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സോ അതല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ എന്നോട് പറയാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അതെനിക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, കുറച്ച് ക്ലാസ്സസ് ഇട്ടിട്ട് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ഒന്നും ഇടാൻ പറ്റാതെ വന്ന് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ്. ഇനി അങ്ങനെ ഉണ്ടാവാതെ ശ്രമിക്കാൻ ഞാൻ ക്ലാസ്സസ് ഇടാം. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യും വിചാരിക്കുന്നു. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.